ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി എ പത്മകുമാറിനെതിരായ നടപടി സസ്പെൻഷനിൽ ഒതുക്കിയിരിക്കുന്നു CPM. കടുത്ത നടപടി വേണമെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പരിഗണിച്ചില്ല. പാർട്ടിയിൽ നിന്ന് പുറത്താക്കലാണ് പലരും പ്രതീക്ഷിച്ചതെങ്കിലും അങ്ങനെയല്ല സംഭവിച്ചത്. പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കാനുള്ള പത്മകുമാറിന്റെ നീക്കത്തിന് നേതൃത്വം വഴങ്ങി എന്ന വിമർശനങ്ങൾ ഇപ്പോൾ നേതാക്കൾ തള്ളിക്കളയുന്നുണ്ട്. അങ്ങനെ നിഷാദ്, അങ്ങനെ തള്ളിക്കളഞ്ഞതുകൊണ്ട് മാത്രം അങ്ങനെ ഒരു നറേറ്റീവിൽ നിന്ന് രക്ഷപ്പെടാൻ CPM-ന് ഒക്കുമോ? അതെന്തുമാത്രം ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമെന്ന് അറിയാത്ത പാർട്ടി ആയിരുന്നില്ലല്ലോ CPM. ശബരിമലയിലെ യുവതീ പ്രവേശന വിവാദം പാർട്ടിക്കുണ്ടാക്കിയ പരിക്കെന്താണെന്ന് ആഴത്തിൽ വിശകലനം ചെയ്ത് മനസ്സിലാക്കിയ പാർട്ടിയാണ് CPM. മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ഗൃഹസന്ദർശന പരിപാടി സംഘടിപ്പിച്ച് ഞങ്ങൾക്ക് അങ്ങനെ വിശ്വാസത്തെ മുറിവേൽപ്പിക്കുക എന്നൊരു പദ്ധതിയില്ല, അതുകൊണ്ട് ഞങ്ങളെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞൊരു വലിയ ക്യാമ്പയിൻ നടത്തി അതിൽ നിന്ന് പിൻവാങ്ങിയ പാർട്ടിയാണ്. അപ്പോൾ ശബരിമല എന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പിൽഗ്രിം സെൻ്ററാണ്, കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു വിശ്വാസ കേന്ദ്രങ്ങളിലൊന്നാണ്. അവിടെ ഉണ്ടാകുന്ന ഏത് പ്രശ്നവും ഇലക്ട്രൽ സെറ്റ് ബാക്സ് ഉണ്ടാക്കുമെന്ന് പാർട്ടി മനസ്സിലാക്കിയതാണ്. അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയും എങ്ങനെ ബാധിക്കുമെന്ന് ആ പാർട്ടിക്ക് അറിയാമായിരുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മുഴങ്ങിക്കേട്ട പാട്ടേതാണ് സ്വർണം കെട്ടവൻ ആരപ്പ എന്നുള്ള പാട്ടാണ്. ആ പാട്ടുണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്താണെന്ന് ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പാട്ടിനെതിരെ കേസ് കൊടുക്കുന്നതിലേക്ക് പോലും CPM എത്തി എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ശബരിമല സ്വർണ്ണക്കൊള്ള ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന, കെടുതി ഉണ്ടാക്കാൻ പോകുന്ന ഒരു വിഷയമാണെന്ന് പറഞ്ഞിട്ട് അന്ന് CPM നടപടിയെടുത്തോ? അന്ന് തള്ളിപ്പറയാൻ തയ്യാറായോ? എല്ലാ വിമർശന ശരങ്ങളോടും CPM ഒരു തരം പ്രതിരോധത്തിൻ്റെ സമീപനം എടുത്തു. എന്തായിരുന്നു? അതാണ്. അപ്പോൾ പത്മകുമാറിനെ അന്ന് തള്ളിപ്പറയുകയായിരുന്നെങ്കിൽ ഡാമേജ് കുറയ്ക്കാൻ കഴിയുമായിരുന്നു. പറഞ്ഞില്ലല്ലോ. അതിൻ്റെ ഏറ്റവും പീക്കിൽ നിൽക്കുമ്പോൾ, അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് പരാജയവും കഴിഞ്ഞ് ഇപ്പുറത്ത് നിൽക്കുമ്പോൾ CPM അതിനകത്ത് എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? എന്ന് വെച്ചാൽ പത്മകുമാറിനെതിരെ അങ്ങനെ കർശനമായ നടപടിയെടുക്കുകയും പൂർണ്ണമായും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുകയും മാറ്റി നിർത്തുകയും CPM-ൽ നിന്ന് വെട്ടിക്കളയുകയും എന്നുള്ളത് ഏതെല്ലാമോ കാരണത്താൽ CPM-ന് കഴിയാത്തൊരു കാര്യമാണ്. പത്മകുമാറിനെ പേടിച്ചിട്ടാണെന്ന് പറഞ്ഞു നിഷാദേ വായിക്കുന്നത്. എന്ന് വെച്ചാൽ CPM-ന് എന്തോ കാരണമുണ്ട് കർശന നടപടിയെടുക്കാൻ. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ട്രംപ് 3 ഇന്ത്യൻ നാവികരെ കൊന്നു, മോദിക്ക് ചോദിക്കാൻ എന്തോ ഒരു തടസ്സമുണ്ട് എന്ന് പറഞ്ഞല്ലേ. പത്മകുമാറിനെതിരായിട്ടുള്ള ഒരു കർശനമായ നടപടിയിലേക്ക് പോകാൻ CPM-നെ ഭയപ്പെടുത്തുന്ന, അറപ്പിക്കുന്ന ചില എലമെൻറ്റ്സ് ഉണ്ടാവണം. അതാണ് ഞാൻ പറഞ്ഞത്. അത് തെരഞ്ഞെടുപ്പ് കാലത്ത് എടുക്കാതിരുന്നു. അതിവിടെയും ആവർത്തിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് കൂടുതൽ ഇനിയിപ്പോൾ അദ്ദേഹത്തെ മുറിവേൽപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹം പലതും വിളിച്ച് പറഞ്ഞേക്കാം, ചിലപ്പോൾ ആരോപണങ്ങൾ ഉന്നയിച്ചേക്കാം. ആരോപണങ്ങളായാൽ പോലും ഇനിയിപ്പോൾ വസ്തുതകളുടെ പിൻബലം ഉണ്ടാവുക, ഡോക്യുമെൻ്റ് ഉണ്ടാവുക എന്നുള്ളതല്ല. അദ്ദേഹം ആരോപണം ഉന്നയിച്ചാൽ പോലും CPM ഉണ്ടാക്കുന്ന പരിക്ക് ചെറുതല്ലെങ്കിൽ തിരിച്ചു വരാൻ പരമായി പ്രയാസപ്പെടും. അതുകൊണ്ട് ഈ ഇഷ്യൂ വളരെ സമാധാനത്തിൽ, അതായത് ഇപ്പോൾ നോക്കൂ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം CPM വിലയിരുത്തുമ്പോൾ കണ്ടെത്തുന്ന കുറേ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ പതിയെ മുറിവില്ലാതെ സെറ്റിൽ ചെയ്തു പോവാണ്. ഒന്ന്, വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട പ്രശ്നം വലിയ തോതിലുള്ള വിശ്വാസ നഷ്ടം ഉണ്ടാക്കി എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യത്തിൽ ഞങ്ങളെടുത്ത സ്റ്റെപ്പ് തെറ്റിപ്പോയിന്ന് തന്ത്രപരമായി പറഞ്ഞ് അതിൽ നിന്ന് മാറുകയാണ്. ശബരിമല വിഷയത്തിൽ ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പത്മകുമാർ നടപടിയെടുത്ത് പതിയെ അതിൽ നിന്ന് മാറി. എല്ലാം ആർക്കും പരിക്കില്ലാതെയും ഒച്ചയും ബഹളവും ഇല്ലാതെ അവരുടെ പരാജയത്തിന് കാരണമായിട്ടുള്ള വിഷയങ്ങളും പരിഗണിച്ചും പരിഹരിച്ചും പോവുക എന്നാണ് അവർ കാണുന്നത്. എന്നാൽ അവർക്ക് അതിനകത്തൊരു സ്ട്രോങ് ആയിട്ടുള്ള നടപടിയെടുത്തൊരു സന്ദേശം കൊടുക്കാൻ കഴിയാത്ത എന്തോ ദുരൂഹമായ കാരണങ്ങളുണ്ടെന്ന് വേണമെങ്കിൽ ആക്ഷേപിക്കുകയും ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത്. സാജു, അങ്ങനെ തന്ത്രപരമായി സെറ്റിൽ ചെയ്ത് പോകാം എന്ന് CPM ധരിക്കുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയമായ ഒരു പക്ഷേ അത് ശരിയായിരിക്കാം. മറ്റേതെങ്കിലും നിലക്കത് പാർട്ടിക്ക് ഭാവിയിൽ തിരിച്ചടിയാവുമോ? അല്ല, ഇനി ഇതിനകത്ത് കിട്ടാവുന്ന അത്ര വലിയ തിരിച്ചടികളൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലായിട്ട് CPM-ന് കിട്ടി. ശബരിമലയിലെ സ്ത്രീ പ്രവേശനമാണെങ്കിലും യുവതീ പ്രവേശനമാണെങ്കിലും അല്ലെങ്കിൽ പിന്നീടുണ്ടായ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുമാണെങ്കിൽ CPM-ന് ഇനി ഇതിലും വലിയ സെറ്റ് ബാക്ക് ഒന്നും ഉണ്ടാവാനില്ല. പക്ഷേ എന്തായിരുന്നു ഇന്നലെ ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടുന്നത് വരെയും ഉണ്ടായിരുന്ന ഒരു നേതൃത്വത്തിൻ്റെ തന്നെ വികാരം ഇപ്പോൾ എടുത്ത്, അതായത് CPM-ൻ്റെ സംഘടനാ സംവിധാനത്തിലെ ഏറ്റവും കർശനമായ നടപടി എന്ന് പറഞ്ഞാൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുക എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നായിരുന്നു. എന്തുകൊണ്ട് അതില്ലാതായിപ്പോയി? അവിടെ പത്മകുമാർ പാർട്ടിക്കൊരു പത്മവ്യൂഹം തീർത്തിരുന്നു. അതിനെ ഭേദിക്കാനുള്ള ധൈര്യമൊന്നും ആ പാർട്ടിക്കിപ്പോൾ ഇല്ല എന്നുള്ളതാണ് വസ്തുത. കാരണം പത്മകുമാറിലെ രാഷ്ട്രീയക്കാരനെ കൂടി ബഹുമാനിക്കേണ്ട ദിവസമാണ് കഴിഞ്ഞുപോയത് എന്നെനിക്ക് തോന്നുന്നു. കാരണം പത്മകുമാർ മാധ്യമങ്ങളോട് സംസാരിക്കാൻ കോടതി വിലക്കുണ്ട്. ഇനി എന്തെങ്കിലും സംസാരിച്ചു പോയാൽ CPM കൂടുതൽ ശക്തമായ നടപടിയെടുക്കുന്നതിന് അതുമാത്രം കാരണമാവുകയും ചെയ്യും. പക്ഷേ ഒരാത്മകഥ എഴുതാൻ പോകുന്നുവെന്നും അടുത്ത സുഹൃത്തിനോട് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് 1-2 ദിവസങ്ങൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ വരാൻ പോകുന്നതിൻ്റെ ചില പട്ടികകൾ പുറത്തു വന്നു മാധ്യമങ്ങളിലൂടെ. രാവിലെ ബ്രേക്കിംഗ് ന്യൂസുകളായിട്ടും അല്ലാതെ പത്രങ്ങളിലായിട്ടും. അതൊന്ന് പരിശോധിച്ച് നോക്കൂ. ഒന്ന്,
ഇടതു സർക്കാർ സ്ത്രീ പ്രവേശനത്തിന് രഹസ്യ നീക്കം നടത്തി. മാസപൂജയ്ക്ക് സ്ത്രീകളെ ശബരിമലയിൽ കയറ്റാൻ തീരുമാനിച്ചിരുന്നു എന്ന് അതിൻ്റെ തെളിവുകൾ തൻ്റെ ആത്മകഥയിൽ ഉണ്ടാകുമെന്ന് ഏതോ ഒരു സുഹൃത്തിനെ ഉദ്ധരിച്ച് വാർത്ത വരുന്നു. ഒപ്പം പ്രളയകാലത്ത് ആനത്തോട് ഡാമിൽ ഒഴുകിവന്ന മണൽ നീക്കം ചെയ്യാൻ സ്വകാര്യ കമ്പനിയെ ദേവസ്വം ബോർഡ് അറിയാതെ തീരുമാനിച്ചു. അല്ല, മറ്റേ വിഷയത്തിൽ തന്നെ ഒരു ഉന്നതൻ അന്നത്തെ ദിവസം തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ച് തന്നെയും ശ്രീജിത്തിനെയും മാറ്റി നിർത്തി എന്ന് പറയുന്നു. ശബരിമല മേൽശാന്തിയായി താൻ നിർദ്ദേശിക്കുന്ന വ്യക്തി നിയമിക്കണമെന്ന് മന്ത്രി ലെറ്റർപാഡിൽ നൽകിയ കത്തും പക്കലുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത കൂടി വരുന്നു. അതായത് ശബരിമലയിലെ മേൽശാന്തിയെ നമുക്കറിയാം നെറുക്കെടുപ്പിലൂടെയാണ് തീരുമാനിക്കുന്നത്. അങ്ങനെയല്ലാതെ ചെയ്തു അല്ലെങ്കിൽ ചെയ്യാൻ നിർദ്ദേശം കിട്ടി എന്നതിൻ്റെ തെളിവ് തൻ്റെ പക്കലുണ്ട് എന്ന രീതിയിൽ പത്മകുമാറിനെ ഉദ്ധരിച്ച് ഏതോ സുഹൃത്തിൻ്റെ പേരിൽ വരുന്നു. അതുപോലെ തന്നെ സ്വർണ്ണക്കൊള്ളക്കേസിൽ രജിസ്റ്റർ ചെമ്പുപാളി എന്നെഴുതിയത് മറ്റാരോ ആണ്, അതിൽ ഒപ്പിടാൻ താൻ നിർബന്ധിച്ചതാണ്, ഈ കൈപ്പട കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ ആത്മകഥയിൽ ഉണ്ടാകും എന്ന രീതിയിൽ ഇത്തരം വിവരങ്ങൾ വരുന്നു. ശരിക്കും സ്തോഭജനകമായ വിവരങ്ങളായിരുന്നു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്. അപ്പോൾ പത്മകുമാറിനെ ഏറ്റവും ക്യാപിറ്റൽ പണിഷ്മെൻറ്റിന് ഈ ഘട്ടത്തിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇതിൽ പലതും പുറത്തു വരും, അല്ലെങ്കിൽ ഇതുപോലെ പല കാര്യങ്ങളും പുറത്തു വരുമോ എന്ന ആശങ്ക ആ പാർട്ടി നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടാണ് ഒരു സസ്പെൻഷൻ എന്ന അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുക എന്ന തീരുമാനത്തിലേക്ക് എടുത്തത്. ഏതാണ്ട് 1 വർഷക്കാലമേ അതിന് സമയപരിധിയുള്ളൂ. അതിനുള്ളിൽ ഈ കേസിൻ്റെ കുറ്റപത്രം വരാം. ആ കുറ്റപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് നടപടിയെടുക്കുമെന്നൊക്കെയാണ് ഇന്നലെ നേതൃത്വം വിശദീകരിച്ചത്. പാർട്ടിയുടെ സംഘടനാ സംവിധാനം നിങ്ങൾക്കറിയാത്തതാണ് എന്ന് പതിപോലെ ചോദ്യം ചോദിക്കുന്നവരോട് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്മകുമാർ പാർട്ടിയെ നല്ല ഒന്നാന്തരം വെട്ടിൽ കൊണ്ടയാണ് നിർത്തിയിരിക്കുന്നത്. എനിക്കെതിരെ നടപടി എടുത്തു നോക്ക്, ഞാൻ കാണിച്ചു തരാമെന്ന സന്ദേശം അദ്ദേഹം വളരെ കൃത്യമായി നൽകിയിട്ടുണ്ട്. ആ സന്ദേശം CPM-നെ ഭയപ്പെടുത്തി എന്നാണ്. ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പത്മകുമാറിനെതിരെ നടപടി വേണമായിരുന്നു എന്ന് തീരുമാനിച്ചതാരാണ്? CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇങ്ങനെ തന്നെ വേണം, ശക്തമായ നടപടി വേണമെന്ന തീരുമാനമെടുത്ത് സംസ്ഥാന കമ്മിറ്റിയാണ്. അതിൽ ആ സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷമാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കും എന്ന വാർത്ത വന്നത്. പിന്നീട് അതിലേക്ക് എത്താതെ പോയിട്ടുണ്ടെങ്കിൽ അതിൽ മുട്ടിടിച്ചിട്ടുണ്ട് CPM നേതൃത്വത്തിന് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇപ്പോൾ പുറത്തു വന്നത് ആയിരിക്കില്ല CPM-നെ ഭയപ്പെടുത്തിയത്, അതിനപ്പുറമുള്ള എന്തൊക്കെയോ ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം പത്മകുമാറിൻ്റെ പത്തനംതിട്ടയിലെ സ്വാധീനം മാത്രമല്ല, അദ്ദേഹത്തിന് ആ പാർട്ടിക്കുള്ളിലെ സ്വാധീനം, അദ്ദേഹം എങ്ങനെയായിരുന്നു അതിനു മുമ്പുള്ള കാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്നത് എന്നതൊക്കെ നമ്മളൊന്ന് നിരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ ആശങ്ക ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കി അദ്ദേഹം വലിയ നടപടികളിൽ നിന്നും ഒഴിവായി എന്ന തരത്തിലുള്ള വിശകലനങ്ങളെ ശരിവെക്കുന്നതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതിനുശേഷം ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങൾ കൂടി ആലോചിച്ചോ, പുള്ളി പാർട്ടിയുമായി ഏറ്റുമുട്ടാൻ തയ്യാറല്ല അദ്ദേഹം എന്നും ആത്മഹത്യയില്ല എന്നതടക്കമുള്ള പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എല്ലാം ഏതാണ്ട് കോംപ്രമൈസിൽ ആക്കിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ കണക്കുകൂട്ടാൻ. പത്മകുമാറിനെ ഏതെല്ലാം നിലയ്ക്കൊക്കെ ഭയപ്പെടുന്നുണ്ട് നേതൃത്വം? പത്മകുമാറിനെ ഭയക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. ഇപ്പോൾ നേരത്തെ നിഷാദ് ചൂണ്ടിക്കാട്ടില്ല, ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുണ്ടായ തിരിച്ചടി, പിന്നെ പാർട്ടിയെ തിരുത്താൻ ശ്രമിച്ചതൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. ആ വിഷയവും ഈ വിഷയവും രണ്ടാണ്. കാരണം ശബരിമല യുവതീ പ്രവേശനം ഒരു ഭരണഘടനാ ബെഞ്ചിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വിധി നടപ്പാക്കാൻ സർക്കാർ ശ്രമിച്ചതാണ്. അതിനൊരു പുരോഗമന സ്വഭാവമുണ്ടെന്ന പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടാണ്. അതിൽ ഇലക്ട്രലി തിരിച്ചടി ഉണ്ടായി, അതിൽ നിന്ന് സെറ്റ് ബാക്ക് ചെയ്തതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇത് പ്രശ്നം അതല്ല. ഇതിലെ പ്രശ്നം എന്ന് വെച്ചാൽ സംഘപരിവാർ പതിറ്റാണ്ടുകളായി കേരളത്തിൽ പ്രചരിപ്പിക്കുന്ന ഒരു പച്ചക്കള്ളമുണ്ട്. അവിശ്വാസികളായ രാഷ്ട്രീയക്കാർ ക്ഷേത്രങ്ങൾ അടക്കി ഭരിക്കുന്നു. അതുകൊണ്ടാണ് അവരിങ്ങനെ അമ്പലക്കൊള്ള നടക്കുന്നത്. ആ ക്ഷേത്രങ്ങൾ മുഴുവൻ എന്ത് ചെയ്യണം? വിശ്വാസികൾക്ക് ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ട് വിശ്വാസികൾക്ക് കൈമാറണം. ഇത് പ്രധാനമായും ഉന്നം വയ്ക്കുന്ന ഒരു പാർട്ടിയാണ് CPM. കോൺഗ്രസിനേക്കാൾ സംഘപരിവാർ ഉന്നം വയ്ക്കുന്നത് ഇവർ അവിശ്വാസികളാണ്. ഇപ്പോൾ ഏതെങ്കിലും ദേവസ്വം മന്ത്രി ഏതെങ്കിലും ശ്രീകോവിലിൻ്റെ മുമ്പിൽ നിന്ന് കണ്ടോ, അവർ കൈകൂപ്പുന്നില്ല, ചന്ദനം തൊടുന്നില്ല, പ്രതിഷ്ഠയോട് ബഹുമാനമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ തോതിലുള്ള പ്രചാരണം നടക്കുകയാണ്. അവിടെയാണ് ഒരു CPM-കാരനായ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ്റെ കീഴിൽ ഇത്രയും വലിയ കൊള്ള നടക്കുന്നു. അപ്പോൾ ഇത് കേൾക്കുന്ന ഒരു സാധാരണ ക്ഷേത്രവിശ്വാസിയുടെ മനസ്സിലെന്താ തോന്നുന്നു? ഈ CPM-കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ക്ഷേത്രങ്ങൾ മുഴുവൻ കൊള്ളയടിക്കും. ഇത് CPM ഉണ്ടാക്കുന്ന ഡാമേജ് എത്രയാണ്? ഞാൻ പറഞ്ഞ യുവതീ പ്രവേശനത്തിലുണ്ടായ അതിനേക്കാൾ വലിയ ഡാമേജാണ് ഈ സംഭവത്തിൽ ഉണ്ടാകുന്നത്. എന്നിട്ട് അത് മനസ്സിലാക്കാത്ത ആളുകളൊന്നുമല്ല CPM-ൻ്റെ ആണികൾക്ക് അതേക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള പാർട്ടിക്ക് ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്, പാർട്ടിയുടെ ഭാവിക്ക് ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് അണികൾക്കറിയാം.
അവിടെയാണ് അണികളുടെ പോലും യുക്തിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അത് കുറ്റപത്രം സമർപ്പിക്കട്ടെ എന്നിട്ട് നടപടിയെടുക്കാം എന്ന് പാർട്ടി പറയുന്നത്. അപ്പോൾ അണികൾക്ക് എന്താ മനസ്സിലാവുന്നത്? പത്മകുമാർ മാത്രമല്ല, അതിൻ്റെ മുകളിലും ആളുകളുണ്ട്. സാധാരണ മനുഷ്യർക്ക് സാധാരണ ലോജിക്കാണ്, കേവല യുക്തി ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. അതിന് മുകളിലൊരാളുണ്ട്. അതുകൊണ്ടാണ് പത്മകുമാർ അല്ലെങ്കിൽ പത്മകുമാറിനെതിരെ നടപടി എടുക്കുന്നത്. എന്താ പ്രശ്നം? ഇപ്പോൾ ഇവിടെ ഇതിപ്പോൾ എടുത്ത നടപടി എന്നാണ്, ഇപ്പോൾ പാർട്ടി ഭരണത്തിനനുസരിച്ച് പല നടപടിക്രമങ്ങളുണ്ട്. അതിൻ്റെ കുറ്റകൃത്യത്തിൻ്റെ ഡിഗ്രി അനുസരിച്ച് പല, ഒന്ന് ശാസിക്കുക, അല്ല മുന്നറിയിപ്പ് കൊടുക്കുക, വാണിംഗ് കൊടുക്കുക, അതുപോലെ താക്കീത്, മറ്റൊന്ന് ശാസന, പരസ്യ ശാസന, പിന്നെ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കൽ. പത്മകുമാറിനെ നേരത്തെ നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം എന്ന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയതാണ്. ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ അതിരൂക്ഷ വിമർശനം ഇക്കാര്യത്തിൽ ഉയർന്നു വന്നപ്പോൾ എന്തെങ്കിലും നടപടി എടുത്തേ പറ്റൂ. അപ്പോൾ അടുത്ത നടപടിയാണ് സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ പാർട്ടി ഭരണഘടന പ്രകാരം 1 വർഷത്തിൽ കൂടാൻ പാടില്ല. അത് ഏത് കാലയളവ് വേണമെങ്കിലും പാർട്ടിക്ക് തീരുമാനിക്കാം, പക്ഷേ 1 വർഷത്തിൽ കൂടാൻ പാടില്ല. ഇതിനിടയ്ക്ക് ഇദ്ദേഹത്തിന് കൺട്രോൾ കമ്മീഷനിൽ പോകാം. അപ്പോൾ സസ്പെൻഷൻ ഒരു ശിക്ഷയല്ല. ശരിക്കും സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയ ഒരു കാര്യത്തിൽ അന്വേഷണം നടത്തണം പാർട്ടി. ഇത് സസ്പെൻഷൻ തന്നെ CPM-നെ സംബന്ധിച്ച് സസ്പെൻഷൻ ശിക്ഷയാണ്. 1 വർഷം പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുക. പത്മകുമാർ തിരിച്ചു വരും, അടുത്ത സമ്മേളനത്തിൽ അദ്ദേഹം തിരിച്ചു വരും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലൊരു വലിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇതിന് മുകളിലുള്ള ആരൊക്കെയോ മനസ്സറിവുള്ള ഒരു സ്വർണ്ണക്കൊള്ളയാണ് അവിടെ നടന്നത് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യമായി. ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയമായ പൊളിറ്റിക്കൽ ഡാമേജ് എന്ന് പറയുന്നത്, അമ്പലം ഭരിക്കാൻ അവിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുകാർക്ക് പറ്റില്ല എന്ന സംഘപരിവാറിൻ്റെ നറേറ്റീവ് ശരിയാണെന്ന് ഒരു വിഭാഗം ക്ഷേത്രവിശ്വാസികളെങ്കിലും വിശ്വസിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ സംഭവവികാസങ്ങൾ കൊണ്ടുവന്നിച്ചു എന്നുള്ളതാണ്. ആ ഡാമേജ് എങ്ങനെ CPM പരിഹരിക്കും എന്നെനിക്കറിയില്ല. യെസ്, അപ്പോൾ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ അണികളെ വിശ്വാസത്തിലെടുക്കാനും പല തരത്തിലുള്ള തിരുത്തൽ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് CPM. അതിനിടയിൽ പത്മകുമാറിന്റെ വിഷയത്തിലെടുത്ത ഈ തന്ത്രപരമായ സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ഈ ചെറിയ നടപടി എങ്ങനെ അണികളെ ബോധ്യപ്പെടുത്തും എന്ന് കാത്തിരുന്നു.